ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജ് എന്നുള്ളതാണ്. നമുക്കറിയാം റെഗുലർ ലാംഗ്വേജ് എന്താണെന്നും അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്താണ്, റെഗുലർ ലാംഗ്വേജിൻ്റെ ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലാംഗ്വേജ് ക്ലാസ് എന്താണെന്നും ലാംഗ്വേജ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ലാംഗ്വേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യം തന്നെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ പഠിച്ചതാണ്, TOC ഫസ്റ്റിൽ തന്നെ ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ലാംഗ്വേജും അതുപോലെ തന്നെ ഗ്രാമറൊക്കെ പഠിച്ചതാണ്. സോ ഈ ലാംഗ്വേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജുകളുണ്ട്. സോ അതിൻ്റെ ക്ലാസ്, അതിൻ്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് ക്ലാസ്. ഇപ്പം നമുക്കറിയാവുന്നതാണ് ലാംഗ്വേജുകൾ നമ്മളിപ്പോൾ പഠിച്ചത്. റെഗുലർ ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടെസ്റ്റ് ഫ്രീ ലാംഗ്വേജ്, ഇനി പഠിക്കാൻ പോകുന്ന കോണ്ടെസ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് പോലുള്ള കുറേ ലാംഗ്വേജുകൾ നമുക്ക് പഠിച്ചതും പഠിക്കാനുള്ളതുമായിട്ടുള്ള ലാംഗ്വേജുകളുണ്ട്. സോ ഇങ്ങനത്തെ ലാംഗ്വേജുകളുടെയൊക്കെ സെറ്റിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. സോ ലാംഗ്വേജ് ക്ലാസ്സസ് ഹാവ് ടു ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ്. സോ ഇങ്ങനെ ലാംഗ്വേജ് ക്ലാസ്സിനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പറയാറുള്ളത്. രണ്ട് തരത്തിലുള്ള മെയിൻ കാറ്റഗറി ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വണ് ഡിസിഷൻ പ്രോപ്പർട്ടീസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസിഷൻ പ്രോപ്പർട്ടീസും. സെക്കൻഡ് വണ് ക്ലോഷർ പ്രോപ്പർട്ടീസ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസാണ് ഒരു റെഗുലർ ലാംഗ്വേജ് ക്ലാസ്സസിന് ഉണ്ടാകുന്നത്. ദെൻ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. എക്സാമ്പിളാണ് പറയുന്നത്, ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ഫോർമലിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്, റെപ്രസെൻറ്റ് എ ലാംഗ്വേജ് ബൈ എ റെഗുലർ എക്സ്പ്രഷൻ ഓർ DFA. ഒരു ലാംഗ്വേജ് നമ്മൾ DFA വെച്ചിട്ടോ അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷനോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, അതൊരു ഫോർമൽ റെപ്രസെൻറ്റേഷനാണ് ഒരു ലാംഗ്വേജിൻ്റെ, അല്ലേ. റെഗുലർ എക്സ്പ്രഷൻ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിനെ റെഗുലർ എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യുക, അതേപോലെ തന്നെ DFAനെ റെഗുലർ എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ല DFAനെ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോണ്ടിങ് DFA കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഫോർമൽ എന്താണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ റെഗുലർ എക്സ്പ്രഷന് എന്താണ്, റെഗുലർ എക്സ്പ്രഷനായിട്ടോ അല്ലെങ്കിൽ DFA ആയിട്ടോ ഒക്കെ ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഇൻഫോർമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലോജിക്കൽ ഓർ പ്രോ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇറ്റ്സ് സ്ട്രിങ്, അഥവാ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സിൻ്റെ എന്താണ് ഒരു ലോജിക്കൽ അല്ലെങ്കിൽ പ്രോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻഫോർമൽ റെപ്രസെൻറ്റേഷൻ എന്നാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ 0 raised to n, n as എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, സോ ഇതെന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രോസ് അല്ലെങ്കിൽ ലോജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് സ്ട്രിങ് കൺസിസ്റ്റിംഗ് ഓഫ് സം നമ്പർ ഓഫ് സീറോസ് ഫോളോഡ് ബൈ സെയിം നമ്പർ ഓഫ് വൺസ്. ഇങ്ങനെ ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ. ചില കേസിൽ എന്ത് ചെയ്യുന്നു, റെഗുലർ എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തരാറുള്ളത്. സോ അങ്ങനത്തെ എന്താണ് പ്രോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തരാം, അല്ലെങ്കിൽ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തരാം. സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫോർമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഡിസിഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഡിസിഷൻ പ്രോപ്പർട്ടി ഫോർ എ ക്ലാസ് ഓഫ് ലാംഗ്വേജിലാണ് ഡിസിഷൻ പ്രോപ്പർട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ് ആൻ അൽഗോരിതം. എന്താണ് ഡിസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അൽഗോരിതമാണ് ദാറ്റ് ടേക്ക് എ ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ്. ടേക്ക് ചെയ്യുന്നു ഇൻ ദ ഫോർമൽ ഡിസിഷൻ ഓഫ് ലാംഗ്വേജ്, ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ്. അതെന്ത് ചെയ്യുന്നു, ഒരു ലാംഗ്വേജിൻ്റെ ഫോർമൽ ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു അൽഗോരിതമാണ് എന്ത്, ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ കണ്ടോ, DFA എന്താണ്, ഒരു ഫോർമൽ ഡിസ്ക്രിപ്ഷനാണ്. ആ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഒരു ഫോർമൽ ഡിസ്ക്രിപ്ഷനാണ് ആര് നൽകുന്നത്, ഒരു DFA. സോ ആ DFAക്ക് വേണ്ടിയിട്ടുള്ള അൽഗോരിതം എന്താണ്, ഒരു ഡിസിഷൻ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ടെൽ വെദർ ഓർ നോട്ട് സം പ്രോപ്പർട്ടി ഹോൾഡ്. അതേപോലെ തന്നെ സം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഡിസിഷൻ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്, അല്ലേ. ഒരു ഡിസിഷനാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അൽഗോരിതംസ് എന്താണ്, ഇസ് എ ഡിസിഷൻ പ്രോപ്പർട്ടി. ഓക്കെ, സോ എന്താണ് ഒരു ഫോർമൽ ഡിസ്ക്രിപ്ഷൻ, ആ ലാംഗ്വേജിനെ കുറിച്ച് ഫോർമൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള സംഭവത്തിൻ്റെ അൽഗോരിതം എന്താണ്, ഒരു ഡിസിഷൻ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ എന്താണ്, സം പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം എന്താണ്, ഒരു ഡിസിഷൻ പ്രോപ്പർട്ടീസ് ആണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈസ് ലാംഗ്വേജ് LS empty.
ഒരു ലാംഗ്വേജ് എല്ലാം എന്താണ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെന്താണ് ഒരു ഡിസിഷൻ പ്രോപ്പർട്ടിയാണ്, ഒരു പർട്ടിക്കുലർ ഡിസിഷൻ അല്ലേ. അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഒന്നുകിൽ എം ടി ആണെന്നും അല്ലെങ്കിൽ എം ടി അല്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ദെൻ അവിടെ പറയുന്നുണ്ട് you might imagine that the language is described informally, so if my description is the empty language then yes, otherwise no. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഒന്നുകിൽ യെസ് ആണ് എം ടി ലാംഗ്വേജ്, യെസ്, അതർവൈസ് നോ എന്നുള്ളതായിരിക്കും. ബട്ട് ദ റെപ്രസെൻറ്റേഷൻ ഈസ് എ ഡി എഫ് എ. പക്ഷേ എന്താണ് ഡി എഫ് എ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദാറ്റ് യു വിൽ കൺവേർട്ട് ടു ഡി എഫ് എ. എന്ത് ചെയ്യണം, നമ്മളതിനെ ഡി എഫ് എ ആയിട്ട്, ഇപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഡി എഫ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ക്യാൻ യു ടെൽ ഇഫ് എൽ ഓഫ് എ ഈക്വൽ ടു 5 ഫോർ ഡി എഫ് എ എ. ഈ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം, ഈ ലാംഗ്വേജ് എ എന്താണ്, അതിലെന്താണ് 5 ആണ്, ഇത് എം ടി ആണോ, എന്തിന് ഡി എഫ് എക്ക് വേണ്ടിയിട്ട്, അത് ഡി എഫ് എ സം എക്ക് വേണ്ടിയിട്ട് അത് എം ടി ആണോ എന്നുള്ളത് ചോദിക്കുന്നു. അതിൽ എം ടി ആണോ, അതിന് ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ അതാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ വി ടോക്ക്ഡ് അബൌട്ട് പ്രോട്ടോകോൾ റെപ്രസെൻറ്റഡ് ആസ് ഡി എഫ് എസ്, വി നോട്ടഡ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് പ്രോട്ടോകോൾ വർ റിലേറ്റഡ് ദ ലാംഗ്വേജ് ഓഫ് ദ ഡി എഫ് എ. എന്താണ് നമുക്കറിയാം, ഡി എഫ് എസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് സം പ്രോട്ടോകോൾസ് ഉണ്ട്. So we noted that important properties of a good protocol were related to the language of the DFA. So അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എന്താണ് ആ ഗുഡ് പ്രോട്ടോക്കോളില്ലേ, ആ ലാംഗ്വേജിൻ്റെ ഡി എഫ് എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ആ ഗുഡ് പ്രോട്ടോകോൾസ് എന്താണ്, എന്താണ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഡസ് ദ പ്രോട്ടോകോൾ ടെർമിനേറ്റ്, ഒരു പർട്ടിക്കുലർ പ്രോട്ടോക്കോളാണ്, ആ ഡി എഫ് എൻ്റെ സം പർട്ടിക്കുലർ ഇതാണെന്നുണ്ടെങ്കിൽ ഡസ് ദ പ്രോട്ടോകോൾ ടെർമിനേറ്റഡ് ആണോ, ഈസ് ദ ലാംഗ്വേജ് ഫൈനൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈക്വൽ ടു ഇട്ടിട്ട് ഈസ് ദ ലാംഗ്വേജ് ഈസ് ഫൈനൈറ്റ്. മറ്റൊന്ന് നോക്കൂ, ക്യാൻ ദ പ്രോട്ടോകോൾ ഫെയിൽ, ആ പ്രോട്ടോകോൾ ഫെയിൽ ആണെങ്കിൽ ഈസ് ദ ലാംഗ്വേജ് നോൺ എം ടി, അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ എം ടി ആണെന്നുള്ളത്. സോ ഈ രീതിയിൽ നമ്മൾ ഇതാണ് ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്തിനാണെന്നുള്ളത് കാണിക്കുന്നത്. ദെൻ we might want a smallest representation of for a language, example a minimum state DFA or a shortest regular expression. നമ്മൾ അതുപോലെ തന്നെ ഡിസിഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മിനിമം സ്റ്റേറ്റ് ഡി എഫ് എ, മിനിമൈസേഷൻ ഓഫ് ഡി എഫ് എ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിസിഷൻ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷനെ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട്, സ്മോളസ്റ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ലാംഗ്വേജിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഡിസിഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഇഫ് യു കാൺട്ട് ഡിസൈഡ് ആർ ദീസ് ടു ലാംഗ്വേജസ് ദി സെയിംസ്. അതുപോലെ തന്നെ പക്ഷേ എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, രണ്ട് ലാംഗ്വേജുകൾ സെയിം ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റില്ല, ഈ ഡിസിഷൻ പ്രോപ്പർട്ടീസ് കൊണ്ട് പറ്റില്ല. ടു ഡി എഫ് എസ് ഡിഫൈൻ ദ സെയിം ലാംഗ്വേജ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഫ് യു കനോട്ട് ഡിസൈഡ് ദീസ് ടു ലാംഗ്വേജസ് ആർ സെയിം, രണ്ട് ലാംഗ്വേജ് സെയിം ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. യു കാൻറ്റ് ഫൈൻഡ് എ സ്മോളസ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഈ ഡിസിഷൻ പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.